നമുക്ക് ഇഞ്ചിപ്പുളിയുടെ റെസിപ്പി നോക്കിയാലോ. സദ്യയുടെ കൂടെയും അല്ലാതെയും ഒക്കെ കഴിക്കാൻ അടിപൊളിയാണ്. ഇതുണ്ടെങ്കിൽ വേറെ കറിയൊന്നും വേണ്ട. അതിനായിട്ട് നമ്മൾ ഇഞ്ചി, പച്ചമുളക്, കൊച്ചുള്ളി, കറിവേപ്പില. ഇഞ്ചി നല്ല ചെറുതായിട്ട് അരിയണം. എന്നിട്ട് അതിനാവശ്യമുള്ള പുളി ചെറു ചൂടുവെള്ളത്തിൽ ലയിപ്പിച്ച് വെക്കുക. പിന്നെ എണ്ണ ചൂടാക്കിയിട്ട് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ ഉള്ളി, ഇഞ്ചി, പച്ചമുളക് ഇതിട്ട് കറിവേപ്പില ഇതിട്ട് നന്നായിട്ട് വഴട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നന്നായിട്ട് അങ്ങ് മുരിഞ്ഞ്, ഇഞ്ചി ചെറുതായിട്ട് അരിയാവും. ഒരുപാട് അരിഞ്ഞ് കഴിഞ്ഞാൽ മുരിയാൻ പാടായിരിക്കും. ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കുക. ഇതുപോലെ മുരിഞ്ഞതിന് ശേഷം നമ്മൾ മസാല, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ കായം ഇത്ര ഇട്ട് കൊടുത്ത് ആ പച്ചമണമൊക്കെ ഒന്ന് മാറി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന കറിക്ക് ആവശ്യമായിട്ടുള്ള പുളി, അതായത് നമുക്ക് എത്രത്തോളം ചാറ് വേണം അത്രയും പുളി, എന്നിട്ട് ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. ഇതെല്ലാം കൂടെ മിക്സ് ആയതിന് ശേഷം ശർക്കര, അത് നമുക്ക് എത്രത്തോളം എരിവ് വേണം, മധുരം വേണം, അതിനൊക്കെ അനുസരിച്ചിട്ടാണ് ശർക്കര ഇടേണ്ടത്. ശർക്കരയും കൂടി ഇട്ടിട്ട് നമ്മൾ എടുക്കുക. ഒരുപാട് വറ്റിക്കേണ്ട.